ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പ്രിൻ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാട്രിഡ്ജൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പ്രിൻ്റ് ആദ്യത്തെ ഒരെണ്ണം ഫെയിലായിപ്പോയി, പിന്നെ കുഴപ്പമില്ല, ഇപ്പം നല്ല വൃത്തിയായിട്ട് പ്രിൻ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫോം ഷീറ്റിലേക്ക് ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രിൻ്റ് അടിച്ച് വരാൻ കുറേ ടൈം എടുക്കും. കാര്യം ഇതൊക്കെ നമ്മൾ ബേസിക് നീഡ്സിന് വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന പ്രിൻറ്റേഴ്സ് അല്ലേ, അപ്പോൾ അതിന് അത്രയും കപ്പാസിറ്റിയേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടിയാൽ ഇത് കുറേ ടൈം എടുത്ത് പ്രിൻ്റ് ഔട്ട് വരുത്തുള്ളൂ. ഇതിനകത്തിന് മെയിൻ പരിപാടി എന്ന് പറയുന്നത് കട്ടിങ് ആണ്. കട്ടിങ് ഒരു ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. പക്ഷേ സ്കെയിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പലതും പല അളവിലായതിൻ്റെ പേര്, അപ്പോഴത്തേക്ക് പലതും കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് സിസേഴ്സ് യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ഫോം ഷീറ്റ് ഒരു റാപ്പറുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫോം ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഇനി നമ്മൾ കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഇനി സെഗ്രിഗേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ അതിനു മുമ്പേ ചെറിയൊരു ഷോ ഓഫ്. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ ഗ്രൂപ്പാക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഓരോ സൈഡുകളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഇതിനകത്തിപ്പം നമ്മൾ കട്ട് ചെയ്തേക്കുന്നതിനകത്ത് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് നോർമൽ പേപ്പറിലും കട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ചിലതൊന്നും സ്റ്റിക്കർ പേപ്പറിനകത്ത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, ഒരു ഡാർക്ക് തീം വരുന്നതൊന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാ വൈറ്റ് ഷീറ്റിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഗ്ലൂ ഉപയോഗിച്ച് വേണം നമ്മൾ ഒട്ടിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇനിയൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ.